ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. റോമായിലെ വിശുദ്ധ ഫെലിക്സ്. റോമായിലെ ഒരു പുരോഹിതനായിരുന്നു ഫെലിക്സ്. ഈ വിജാതീയ ദേവന്മാർക്ക് ആരാധന അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ വലിച്ചഴക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വിഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ചിതറിപ്പോയി എന്നൊരു ഐതിഹ്യമുണ്ട്. അത് കണ്ട് ചക്രവർത്തിയുടെ ആളുകൾ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൊല്ലപ്പെട്ടു. തലവെട്ടി കൊല്ലുകയായിരുന്നു. ക്രിസ്തുവർഷം 303 അത് സംഭവിച്ചത്. റോമയിൽ വെച്ച്, ഇറ്റലിയിലെ റോമയിൽ വെച്ചിട്ട്. ഈ റോമ നഗരത്തിന് പുറത്തുള്ള ഓസ്റ്റിയൻ ബേ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. കത്തീഡ്രൽ ഓഫ് വിയന്ന, ഓസ്ട്രിയയിൽ, അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഫെലിക്സ് ഓഫ് റോം, റോമയിലെ ഫെലിക്സ്, അദ്ദേഹത്തിൻ്റെ മരണം കണ്ട ഒരാളാണ് അദൗത്തുസ് ഓഫ് റോം, റോമയിലെ അദക്തുസ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ക്രിസ്ത്യാനിയായി. അദ്ദേഹം ഇതുപോലെ തന്നെ രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായ 2 പേരുടെ തിരുനാൾ ഇന്ന്. മറ്റൊരുപാട് വിശുദ്ധരുണ്ട്, പക്ഷേ അവരെയാണ് നമ്മളിന്ന് ഓർക്കുന്നത്. അവരോടൊപ്പം ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധർ അഗീലൂസ്, അൽഫ്രെഡോ ഇൽഡഫൻസോ ഷൂസ്റ്റർ, അർസേനിയൂസ് ദ ഹെർമിറ്റ്, ബോണിഫസ് ഓഫ് ഹഡ്രുമെത്തും, ബൊനോനിയൂസ് ഓഫ് ലുസേദിയോ, എഗ്ബർട്ട് ഓഫ് വില്ലേഴ്സ്, എറോദി അർമെൻഥെയ്റ, എവസ്താക്യുലോ വാൻ ലിയസ്കോട്ട്, ഫന്തേനൂസ് ഓഫ് സാൻ മെർക്കൂരിയൂസ്, ഫെർമേരിയൂസ്, ഫിയാക്രെ, ഗൗദൻസിയ ഓഫ് റോം, ഗിയോവാനി ഗിയോവെനേലെ അൻസീന, ലോൺ, മരിയ റാഫോൾസ് ബ്രൂണ, ഫമാക്കിയൂസ്, പെലാജിയസ് ദ ഹെർമിറ്റ്, പീറ്റർ ഓഫ് ത്രെവി, റൈമന്തോ ഓഫ് സാങ്ത ഗ്രാസിയ, റിക്കാർഡോ ഓഫ് ലൊഥാറിംഗിയ, റൂമോൺ ഓഫ് തവിസ്റ്റോക്ക്, സിൽവാനസ് ദ ഹെർമിറ്റ്, തെക്ല ഓഫ് ഹഡ്രുമെത്തും, തിയോഡോസിയോസ് ഓഫ് ഓറിയ, യൂസഫ് നെഹ്മെ, മാർട്ടസ് ഓഫ് കൊളോണിയ, സുഫെത്തുലാന, 60 പേര്. മാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്, എഡ്വാർഡ് ഷെല്ലി, ജോൺ റോഹെ, മാർഗരറ്റ് വാർഡ്, റിച്ചാർഡ് ഫ്ലവർ, റിച്ചാർഡ് ലേയ്, റിച്ചാർഡ് മാർട്ടിൻ ദ സ്പാനിഷ് സിവിൽ വാർ, മാർട്ടേഴ്സ് ഓഫ് ബറാങ്കോ ദെൽ കിസ്മെ, 10 പേര്. അൽബർട്ടോ ഹോസെ ലറസബാൽ മിഹെലാന, അന്തോണിയോ ഗിറോൺ ഗൊൺസാലസ്, അന്തോണിയോ മരിയ അരിയാഗ അൻഡൂയിസ, അന്തോണിയോ ടോറസ് ഗാർസിയ, കഥറീന മർഗേനാഥ് റൂറ, ദിയേഗോ വെന്തായ മിലാൻ, എലുമുത്തേറിയോ അങ്കൂലോ അയല, ഹോസെ ഫെറർ അദേല, ഹോസെ ഫ്ലോറസ് ബെൽത്രാൻ, ഹോസെ ഗോമസ് ദേഹാറോ, യുസെഫ മൺട്രാബാൽ മൊണ്ടാനേർ, മാനുവേൽ മെദീന ഒൽമോസ്, മാനുവേൽ റിക്വേയോ ഫെറസ്, മരിയ ഡൊളോറസ് ഒല്ലേർ അംഗലേത്താസ്, നിക്കാസിയോ റോമോ റൂബിയോ, വിസെന്തെ കബാനസ് ബാദേനാസ്. എല്ലാ ജാതികളിൽ നിന്നും, എല്ലാ ജനതകളിൽ നിന്നും, എല്ലാ ഭാഷക്കാരിൽ നിന്നും, എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും, എല്ലാ വംശങ്ങളിൽ നിന്നും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അത്രയധികം വിശുദ്ധർ സ്വർഗത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അവർ തങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച് കുരുത്തോലയുമായി, അതായത് ഉത്ഥാനത്തിന് പ്രതീകമായിട്ട് കുരുത്തോലയുമായിട്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ആരാധന സംബന്ധിക്കുകയും ചെയ്യുന്നു. ആ ആരാധനയിലാണ്, സ്വർഗീയ ആരാധനയിലാണ് നമ്മൾ ലിറ്റർജിയിൽ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പങ്കുചേരുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ധൂപം പോലെ, പരിമള ധൂപം പോലെ ഇങ്ങനെ സ്വർഗത്തിന് സിംഹാസനത്തിൽ ഉയരുന്നതായിട്ട് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 ഒരു വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധർ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തൊക്കെ പ്രഖ്യാപിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. ഈ തിരുവചനങ്ങൾ ഗൗരവത്തെടുക്കുന്ന കത്തോലിക്ക സഭ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു, വിശുദ്ധരുടെ ആരാധനയിൽ വിശുദ്ധരോടൊപ്പം സംബന്ധിക്കുന്നു, വിശുദ്ധരുടെ ഓർമ്മ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ലിറ്റർജിയിൽ പ്രസ്താവിക്കുന്നു. ഇതെല്ലാം തിരുവചനങ്ങളിൽ, ബൈബിളിൽ അടിസ്ഥാനമിട്ടതാണ്. ഈ സോള സ്ക്രിപ്തൂര എന്ന് പറയുന്നവർ ബൈബിൾ അലോൺ
വേദപുസ്തകം മാത്രമെന്ന് പറയുന്നവരാണെങ്കിൽ പോലും അവരും വിശുദ്ധരെ വണങ്ങണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും നമുക്ക് ഈ സ്വർഗീയ കൂട്ടുകുടുംബത്തോടൊപ്പം ലിറ്ററേച്ചർ സംബന്ധിക്കാം. അവരുടെ മാതൃകകൾ നമുക്ക് പ്രചോദനമാകട്ടെ. നമുക്ക് നമ്മുടേതായ വിശുദ്ധിയുടെ വഴി കണ്ടെത്താം. ആരും അനുകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അവരുടെ മാതൃക നല്ലതാണ്. അതോടൊപ്പം തന്നെ മോഹമുണ്ടാകണം. നമുക്കും വിശുദ്ധനാകണം എന്ന് മോഹമുണ്ടാകണം. അങ്ങനെ ഏതെങ്കിലും വചനത്താൽ നമ്മൾ കുത്തിത്തുളയ്ക്കപ്പെട്ട് നമ്മൾ ആ വചനത്തിൽ ആറാടി വചനത്താൽ വലയം ചെയ്യപ്പെട്ട് നമ്മൾ തന്നെ വചനമായി മാറുന്ന, നമ്മൾ തന്നെ വചന വ്യാഖ്യാനമായി മാറുന്ന അവസ്ഥ സംജാതമാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.